തൃശൂർ ചേലക്കരയിൽ വനം വകുപ്പിനെതിരെ വൻ പ്രതിഷേധം. ആറ്റൂരിൽ ബൈക്ക് യാത്രികൻ നേരെ കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. വാഴക്കോട് പ്ലാഴി റോഡാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത്. സ്ഥലത്ത് പോലീസും നാട്ടുകാരും തമ്മിൽ കയ്യാങ്കളി. സംസ്ഥാനപാത ഉപരോധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെയാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? മുഴുവൻ ആളുകളെ അവിടെ നിന്ന് നീക്കിയോ? ഉന്മേഷ്, ആളുകളെ ഇപ്പോഴും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോലീസും നാട്ടുകാരും തമ്മിലുള്ള കയ്യാങ്കളി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഈ പ്രധാന പാതയാണ് ഈ വാഴക്കോട് പ്ലാഴി പാത എന്ന് പറയുന്നത്. നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചേലക്കരയിൽ നിന്നും ചെറുതുരുത്തിയിൽ നിന്നും പോലീസുകാരെത്തി നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് അയയുന്നില്ല എന്ന് മാത്രമല്ല, DFO സ്ഥലത്തെത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ ബലപ്രയോഗത്തിലൂടെ നാട്ടുകാരെ പിടിച്ചുമാറ്റുന്നതിന് വേണ്ടി പോലീസ് ശ്രമിച്ചതോടുകൂടിയാണ് കയ്യാങ്കളിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയത്. മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരെ ശാന്തരാക്കിയിട്ടുണ്ടെങ്കിലും റോഡിൽ നിന്ന് ഇവർ മാറാൻ തയ്യാറായിട്ടില്ല. 3/4 മണിക്കൂർ മുമ്പാണ് ഏകദേശം പ്രദേശവാസിയായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന യുവാവിനെ വാഴക്കൊമ്പൻ എന്ന ഒറ്റയാൻ ബൈക്കിൽ വരുന്നതിനിടയിൽ ഓടിക്കുന്നത്. ഈ ബൈക്ക് ഉപേക്ഷിച്ച് ഈ അനീഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ഒറ്റയാൻ സമീപത്തെ വീടിന്റെ മതിലടക്കം തകർക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയും കാട്ടാന മേഖലയിൽ ഇറങ്ങി വ്യാപക നാശനഷ്ടമായിരുന്നു വരുത്തിയത്. തുടർച്ചയായി ഒരാഴ്ചയിലേറെയായി വാഴക്കൊമ്പൻ ഈ ആറ്റൂർ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടം വരുത്തുന്നു. അധികൃതരോടക്കം പരാതിപ്പെട്ടെങ്കിലും ഈ ആനയെ ശാശ്വതമായി കാട് കയറ്റുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടത്തുന്നത്. DFO സ്ഥലത്തെത്തിയാൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് ആകട്ടെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.